അതല്ലെങ്കിൽ നമ്മുടെ പിണറായിച്ചൻ ഇവിടെ മല മറച്ച് കഴിഞ്ഞുള്ള ഡയലോഗൊന്നായിട്ട് ഇങ്ങോട്ട് വരാണ്ടിരിക്കും. ഞങ്ങൾ തിന്നുന്നത് ചോറാണ്, ക്യാപ്സ്യൂളല്ല. അപ്പോൾ ഈ ബയോളജിക്കൽ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഊഹക്കണക്ക് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഊക്കി വിടും പുള്ളി. ഊക്കാൻ മാത്രം അറിയുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടേത്. പണ്ട് നമ്മളെ നാട്ടിൽ ഒരു ചാനലാറുണ്ടായിന്. തുടങ്ങിയ ചാനൽ പകുതി വൈക്കൽ വെച്ചിട്ട് പുള്ളി എന്ത് ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങി. അത് ഇറങ്ങിയതാണെങ്കിലോ കിണറിൻ്റെ താഴത്തിറങ്ങി വെള്ളം കോരി ജനങ്ങളെ കുടിപ്പിക്കാൻ നോക്കി. അവസാനം അതേ കിണറ്റിലെ വെള്ളം പുള്ളിനെ കൊണ്ട് തന്നെ കുടിപ്പിച്ച് അവിടെ തന്നെ ഇട്ട് മൂടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെ പൊന്തി വന്നിട്ട് അടുത്ത ചാനൽ പുള്ളി വീണ്ടും തുറന്നു. ആ ചാനലാണെങ്കിൽ പകുതിയേക്കൽ ഇട്ടെറിഞ്ഞു പോയി. ഇപ്പം വേറെ കുറേ കിണർ തോണ്ടാൻ പോയി കിട്ടും. ഈ കിണറൊക്കെ തോണ്ടി ഇയാൾ എവിടെ നിന്ന് പടച്ചമ്പരാന് പോലും അറിയില്ല. കഴിഞ്ഞ ദിവസം പുള്ളി ഭയങ്കരമായിട്ടുള്ളൊരു തോണ്ടൽ തോണ്ടിയിട്ടുണ്ട്. ആ തോണ്ടുന്ന സമയത്ത് ഘോരമായിരുന്നു നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് വേറെ ആരും പറ്റില്ല, നമ്മുടെ നികേഷ് കുമാറിനെ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കിണർമാന്തി നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പ്രസംഗത്തിലെ തീത്തുപ്പിയ പ്രസംഗമായിരുന്നു. ആ പ്രസംഗം കേട്ടിട്ട് ബാക്കി നമുക്ക് പറയാം. 2001 ഗുജറാത്തിലെ കച്ച് ഭൂകമ്പം ഉണ്ടാകുന്നത്. അന്ന് കേശുഭായ് പട്ടേൽ ആയിരുന്നു BJPയുടെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി. അന്നത്തെ BJP ആസ്ഥാനത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന നരേന്ദ്രമോദി കേശുഭായ് പട്ടേലിനെ മറികടന്നുകൊണ്ട് അവിടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയാണ്. അതായത് കേശുഭായ് പട്ടേലിന് ഗുജറാത്ത് ഭൂകമ്പത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനത്തില്, ദുരിതാശ്വാസ പ്രവർത്തനത്തില്, പുനരധിവാസ പ്രവർത്തനത്തില് ഒന്നും ചെയ്യാനാകുന്നില്ല എന്ന് കണ്ട BJPയുടെ കേന്ദ്ര നേതൃത്വം അന്നത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നരേന്ദ്രമോദിയെ ഗുജറാത്തിലേക്ക് അയക്കുകയായിരുന്നു. നരേന്ദ്രമോദി പോയി ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ നരേന്ദ്രമോദിക്ക് നല്ല ബോധ്യം വന്നു, എനിക്ക് ഗുജറാത്ത് ഭൂകമ്പം പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല. കേശുഭായ് പട്ടേലിനെ പോലെ തന്നെ തനിക്കും ആ ഗുജറാത്ത് ഭൂകമ്പത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. അതേ തുടർന്ന് നരേന്ദ്രമോദി ആസൂത്രണം ചെയ്തതാണ് പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഗുജറാത്ത് കലാപം, ഗോത്ര സംഭവത്തെ തുടർന്നുള്ള ഗുജറാത്ത് കലാപം. ഇപ്പോഴും നമുക്കറിയില്ല ഗോത്ര എങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. ഒരു വലിയ ദുരന്തത്തെ മറികടക്കാൻ ആ സംസ്ഥാനത്ത് വലിയ കലാപം സൃഷ്ടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി മാധ്യമ ശ്രദ്ധ മാറ്റിയതെങ്കിൽ, പൊതുശ്രദ്ധ മാറ്റിയതെങ്കിൽ സമാനമായ വിധത്തില് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി നേരിടുകയുണ്ടായി. പക്ഷേ ആ തിരിച്ചടിക്ക് ശേഷം വയനാട് ദുരന്തത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനത്തില്, ദുരിതാശ്വാസ പ്രവർത്തനത്തില്, പുനരധിവാസ പ്രവർത്തനത്തില് ഉണ്ട് എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഭരണവിരുദ്ധ വികാരം, ആ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലുള്ള ഗൂഢാലോചന തിയറിയായിരുന്നു വയനാട് ദുരന്തത്തെ തുടർന്നുള്ള ഇപ്പോഴത്തെ വാർത്ത എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മളെ നേതാവ് പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. അതായത് പണ്ട് ഗുജറാത്തിൽ മോദി പോയിട്ട്, അതായത് ആ സമയത്ത് പുള്ളി അവിടെ എന്താ പറയാ മുഖ്യമന്ത്രി അല്ലല്ലോ. അപ്പം ആ സമയത്തെ ജനങ്ങളുടെ ഭരണവിരുദ്ധത മുതലെടുത്തിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി വലിയൊരു കലാപം, വർഗീയ കലാപം ഉണ്ടാക്കി ചുളിവില് നമ്മുടെ മോദിജി അവിടുത്തെ മുഖ്യമന്ത്രിയായി. അപ്പോൾ അതേ അടവാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവും അതുപോലെ തന്നെ പത്രക്കാരും എടുക്കണമെന്നാണ് നമ്മുടെ ഈ കിണറുമാന്തി നേതാവിൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഈ നേതാവിനോട് ചോദിക്കാനുള്ളത്, ഈ നാട്ടിൽ വർഗീയത കൊണ്ടുവന്നിട്ട്, മുസ്ലിം ഹിന്ദു എന്നുള്ളൊരു വർഗീയത കൊണ്ടുവന്നിട്ട് കിണർ കുത്തിയത് നിങ്ങളുടെ നാട്ടിലെ കാഫിറായിരുന്നു. ആ കാഫിർ ആരുണ്ടാക്കി, ആരെ സൃഷ്ടിയാണ്, ആരൊക്കെ പേജിലൂടെയാണ് പോയത്, ഏതൊക്കെ പോരാളി ഷാജിമാർ അത് ഷെയർ ചെയ്തു എന്നുള്ളത് പച്ചവെള്ളം പോലെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ പൊന്നു നേതാവെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞ വർഗീയത തുപ്പാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടീച്ചർ മുതൽ നിങ്ങളുടെ അങ്ങനെ അമ്മോശനും മരുമോനും അടക്കം കംപ്ലീറ്റ് ആൾക്കാരും ഇത് ഷെയർ ചെയ്ത് ഇങ്ങനെ കെണി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കെണിയിൽ വീണത് നിങ്ങളുടെ ടീച്ചറായിപ്പോയി. ആ കെണിയിൽ വീണോടുകൂടി തന്നെ ഈ ടീച്ചറെ പിന്നെ പുറത്തു പോലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വർഗീയത ഉണ്ടാക്കിയിട്ട് മുസ്ലിം ഹിന്ദു എന്നുള്ളൊരു പേരിൽ തമ്മിൽ തല്ലിക്കുന്ന ആരാണ് ഈ കിണറുമാന്തി നേതാവിന് ഇച്ചിരി ബോധം ഉണ്ടാവണേ നല്ലതാണ്. വലിയ തലയുള്ള മനുഷ്യനൊക്കെ അല്ലേ 2-3 ചാനലിലൊക്കെ നടന്ന അവസാനം പൊട്ടിയതാണെന്നുള്ളത് പോട്ടെ, അത് നമ്മളിവിടെ പറയണില്ല, നമ്മൾ പറയാൻ പാടില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കിണറുമാന്തൽ മാത്രമാണ്. അല്ലാണ്ട് ഇങ്ങനത്തെ വലിയ വലിയ ഡയലോഗുകൾ പറയരുത്.
അതല്ലെങ്കിൽ ഞങ്ങൾ മുമ്പിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ന്യൂസ് വായിക്കുക. കേട്ടല്ലോ. ഇനി നിങ്ങൾ പറഞ്ഞ മറ്റേ കാര്യം കൂടി നമ്മൾ എത്താം. അതായത് നിങ്ങൾ കൊടുത്ത ഊക്ക് കണക്കും മറ്റേ ഊക്ക് കണക്കല്ല, ഊഹക്കണക്ക്, അങ്ങനെ പറയാൻ പാടുള്ളൂ അല്ലേ. അപ്പം നിങ്ങൾ കൊടുത്ത ഊഹക്കണക്ക്, വയനാടിൻ്റെ ഊഹക്കണക്ക് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്തപ്പം നമ്മുടെ നാട്ടിലെ പത്രക്കാരും എല്ലാവരും അതങ്ങ് ഏറ്റെടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഊഹക്കണക്കാണ്, ഊക്ക് കണക്കല്ല എന്ന് പറഞ്ഞ സമയത്ത് പത്രക്കാരൊക്കെ വന്ന് മാപ്പ് പറഞ്ഞു. നിലനിൽപ്പല്ലേ, ചെയ്തല്ലേ പറ്റൂ, പോട്ടെ, അത് നമ്മളൊന്നും പറയണില്ല, ഒരു പറയട്ടെ. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ പറഞ്ഞ കേന്ദ്രത്തിലിരിക്കുന്നത് നമ്മുടെ മോദിജി. മോദിജിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഊക്ക് കണക്ക്, ഈ ഊഹക്കണക്കും പോയി ചെന്ന് കഴിഞ്ഞാൽ കിട്ടാനുള്ള പൈസ പോലും തരാത്ത മനുഷ്യൻ്റെ അടുത്താണോ നിങ്ങൾ അതിൻ്റെ 10 ഇരട്ടിട്ട് കൊണ്ടുപോകുന്നത്? നിങ്ങളെന്താ ആൾക്കാരെ പറ്റിക്കുക, അല്ലെങ്കിൽ നിങ്ങളെന്താ മോദീനെ പറ്റിക്കുക? മോദിയൊക്കെ അന്ന വിറ്റ പൈസ മോദീൻ്റെ കയ്യിലുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇനി അതുമ്മൽ അങ്ങോട്ട് തൂങ്ങിപ്പിടിച്ചിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയും അതുപോലെ തന്നെ പത്രക്കാരും ഊഹക്കണക്കിനെ ഊക്കിയതുകൊണ്ട് ഇനി നമുക്ക് പൈസ ഒന്നും കിട്ടൂല, അതല്ലെങ്കിൽ നമ്മുടെ പിണറായിച്ചൻ ഇവിടെ മല മറച്ച് കഴിഞ്ഞുള്ള ഡയലോഗൊന്നായിട്ട് ഇങ്ങോട്ട് വരാണ്ടിരിക്കും. ഞങ്ങൾ തിന്നുന്ന ചോറാണ്, ക്യാപ്സ്യൂളല്ല. ഏറ്റവും മിനിമം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഇനി നിങ്ങൾ എന്തങ്ങോട്ട് സബ്മിറ്റ് ചെയ്തു, നിങ്ങൾ ഊഹക്കണക്കോ ഊക്യ കണക്കോ അല്ലാത്ത ഏത് കണക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്താലും ഈ പറഞ്ഞ കേന്ദ്രത്തിൽ നിന്ന്, കേന്ദ്രം ഭരിക്കുന്ന നമ്മുടെ പാർട്ടിയുടെ കയ്യിൽ നിന്ന് 5 പൈസ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇനി കിട്ടിയ കണക്കൊക്കെ ഒന്ന് നോക്കാം. നിങ്ങളെ കുറ്റം പറയാനല്ല കേട്ടോ, നമ്മുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വയനാട്ടിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മുടെ ബയോളജിക്കൽ ദൈവം, അങ്ങനെ പറയണം, വെറും ദൈവമല്ല, നമ്മുടെ ബയോളജിക്കൽ ദൈവം പറന്നിറങ്ങി, 10 ദിവസത്തിൽ പറന്നിറങ്ങി 4 ഭാഗത്തും ക്യാമറകൾ വെച്ചിട്ട് ആശുപത്രിയിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലുമൊക്കെ തിരിഞ്ഞും മറഞ്ഞും ഓടി നടന്ന് ഒരു കൊച്ചിനെ വാരി പുണർന്ന് ഉമ്മ കൊടുത്ത് താടിമല പിടിപ്പിച്ച് കണ്ണടമലൊക്കെ തൊടിപ്പിച്ചിട്ട് ഭയങ്കര രസമായിട്ടൊരു വീഡിയോ ചെയ്തു. അബദ്ധത്തിൽ ഞാനും ചെയ്തു ആ വീഡിയോ. അന്ന് ഇത്ര നല്ല മനുഷ്യൻ, ഇയാളെയാണോ ഇത്രയും കാലം കുറ്റം പറഞ്ഞതെന്നും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് പുള്ളി അങ്ങോട്ട് തിരിച്ച് കേന്ദ്രത്തിൽ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലോട്ട് നമ്മൾ കൊടുത്തു വിടും നമ്മുടെ STRFും NDRFും ഒക്കെ എന്നുള്ളത്. പുള്ളി പോയിട്ട് ഇപ്പം 1.5 മാസം കഴിഞ്ഞ് 5 പൈസൻ്റെ ഒരു വിവരവും നമ്മുടെ അടുത്തായിട്ട് വന്നിട്ടില്ല. ഇനി ഈ പറഞ്ഞ STRFും NDRFും ഒക്കെ എന്താ എന്നുള്ള ഒരു ബേസിക് കാര്യം ഞാൻ ആദ്യം പറയട്ടെ. ഇത് എത്ര പേർക്ക് അറിയും എനിക്കറിയില്ല. ഈ 2 ഫണ്ടുകൾ, 2 റിലീഫ് ഫണ്ടുകളാണ് ഈ പറഞ്ഞ STRFും NDRFും. STRF എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ കയ്യിലുള്ള ഫണ്ടാണ്. അതായത് S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടാണിത്. അതുപോലെ NDRF എന്ന് പറഞ്ഞാൽ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട്. ഈ ഫണ്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ പേപ്പറിൽ എഴുതി വിടണം പറ്റിയ ഫണ്ടുകളല്ല. ഇതൊക്കെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ടുകളാണ്. ഓരോ 5 വർഷത്തിൽ ഗഡുക്കളാക്കി വെച്ചിട്ട് ഓരോ വർഷത്തിൽ 6 മാസം കൂടുമ്പോൾ ഗഡുക്കളായിട്ട് കൊടുക്കേണ്ട ഫണ്ടുകളാണിത്. ഇതേ സമയത്ത് നമ്മുടെ ആന്ധ്രാപ്രദേശിൽ എന്താ പറയുക, ഈ പറഞ്ഞ കൊടുങ്കാറ്റും കാര്യങ്ങളും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. ഇതേ സമയത്താണ് അവിടെ നടന്നിരുന്നത്. അവിടെ നമ്മുടെ മോദിജി കനിഞ്ഞു കൊടുത്തത് 3500 കോടിൻ്റെ അടുത്താണ് അവിടെ കൊടുത്തത്. അവിടെ ഉണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ആളുകളാണ് അവിടെ മരിച്ചത്. കേരളത്തിൽ 403 ആൾ മരിച്ച സമയത്ത് 35 ആളുകൾ മരിച്ചിട്ടുള്ള ആന്ധ്ര തെലങ്കാനയിലേക്ക് ഈ പറഞ്ഞ ഫണ്ടായിട്ട് കൊടുത്തിട്ടുള്ളത് 3500 കോടിയുടെ അടുത്താണ്. അപ്പോൾ തന്നെ നമുക്ക് കാര്യം വ്യക്തമായിട്ടുണ്ട്. പിന്നെ കർണാടകയിൽ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ശിരൂരും അവിടെയും ഇവിടെയൊക്കെ. ആ വകയിലോട്ട് അവിടെയും കൊടുത്തു ഒരു 3800 കോടി ഈ പറഞ്ഞ STRF ഫണ്ട്. ഈ STRF എന്ന് പറഞ്ഞ സ്റ്റേറ്റിൻ്റെ ഫണ്ടിലെ 75% കൊടുക്കേണ്ടത് തരേണ്ടത് നമ്മുടെ കേന്ദ്രവും ബാക്കി 25% മാത്രമേ സംസ്ഥാനങ്ങൾ എടുക്കേണ്ടതുള്ളൂ. നമ്മുടെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണ്, 2021 മുതൽ 2026 വരെയുള്ള ഫണ്ടാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. കേരളത്തിന് ആകെ ഈ 5 കൊല്ലത്തേക്കുള്ള ഫണ്ട് എന്ന് പറഞ്ഞാൽ ആകെ 2500 കോടിൻ്റെ അടുത്തുള്ളത്. ഇതേ സ്ഥാനത്ത് BJP ഭരിക്കുന്ന ഗുജറാത്തിലും UPയിലും അങ്ങ് മഹാരാഷ്ട്രയിലും ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അവിടെ കിട്ടുന്നതിൻ്റെ 5 ഇരട്ടിയും 10 ഇരട്ടിയുമാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് കിട്ടൂല. നമ്മൾ ചെറിയ സംസ്ഥാനങ്ങളാണ്. ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെ ചുഴലിക്കാറ്റും വല്ല വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ UPയിലൊക്കെ ഡെയിലി ഉണ്ടാകുന്നതുകൊണ്ട് അവർക്ക് കിട്ടും, നമ്മളിങ്ങനെ നോക്കിയിരിക്കും വെള്ളം ഇറക്കിയിട്ട്. ഇനി ഈ കിട്ടാനുള്ള ആ പറഞ്ഞ ഒരു 1800 കോടിയുണ്ട് 5 കൊല്ലത്തേക്ക് കിട്ടുന്നത്. അത് ഓരോ വർഷത്തിലെ ജൂൺ അല്ലെങ്കിൽ ഡിസംബർ ഈ 2 ഗഡുക്കളായിട്ട് കിട്ടേണ്ടതും നമുക്കാകെ 140 കോടിയാണ് കിട്ടിയത് ഇപ്രാവശ്യം കിട്ടാനുള്ളത്. അറ്റ്ലീസ്റ്റ് ഇവിടെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ സമയത്തെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ കേന്ദ്രത്തിലെ നമ്മുടെ ബയോളജിക്കൽ ദൈവത്തിന് അത് തോന്നില്ല. കാരണം അത് ദൈവമാണ്, പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അത് കിട്ടും നമ്മൾ ജന്മത്തിൽ പോലും വിചാരിക്കേണ്ട. ഇനി ഈ പറഞ്ഞ STRF ഫണ്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ UPക്കും
ഗുജറാത്തിനും ഇവർക്കൊക്കെ അങ്ങനെ എഴുതി കൊടുത്തിരിക്കുക. അവിടെ ഒന്നും വേണ്ട, അവിടെ ഡിസാസ്റ്ററോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ എഴുതി വെച്ചിരിക്കുക. നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ, കൂടെ കുറച്ച് പൈസ എക്സ്ട്രായും കൂട്ടിയും കൊടുക്കും. ഇതാണ് നമ്മുടെ കേന്ദ്രത്തിലെ ബയോളജിക്കൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബയോളജിക്കൽ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഊഹക്കണക്ക് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഊക്കി വിടും പുള്ളി. ഊക്കാൻ മാത്രം അറിയുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടേത്. പ്രത്യേകിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മുൻ മണ്ഡലം കൂടെ ആയതുകൊണ്ട് ഇയാൾ ഊക്കുന്നതിൻ്റെ മാക്സിമം അയാൾ ഊക്കും. നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബയോളജിക്കൽ ദൈവത്തിന് ഈ പറഞ്ഞ സംഖ്യകളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും കാണാൻ പറ്റില്ല. ബാക്കിയൊക്കെ ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കുന്ന ആക്ടിങ് മാത്രമാണ് നമ്മുടെ ബയോളജിക്കൽ ദൈവം. അപ്പം ഇത്തരത്തിലുള്ള ഫണ്ട് കിട്ടാത്തതിന് ഇവിടെ വന്നിട്ട് എൻ്റെ പൊന്നു നികേഷ്, നീ ഇങ്ങനത്തെ പൊട്ടക്കണക്കുകൾ പറയരുത്. നീ പൊട്ടക്കിണറ്റിലെ എന്താ പറയുക തവളയുടെ കണക്ക് ആവരുത്. നീ കിണറ്റിലിറങ്ങി വെള്ളം മുക്കുന്ന ആളാണ് നമുക്കറിയാം. നമ്മളൊക്കെ മേലെ നിന്ന് വെള്ളം മുക്കുമ്പം നീ കിണറ്റിലിറങ്ങി വെള്ളം മുക്കും. അതുപോലത്തെ ഒരു മുക്കാണ് ഇപ്പം നീ കാണിച്ചത്.